കോളേജിൽ പഠിപ്പിക്കാൻ തുടങ്ങിയത് പിന്നെ നന്ദേട്ടന് ഗൗരവം കൂടിയത്. ക്ലാസ്സിലെങ്ങനെ ഗൗരവത്തിൽ തന്നെ? ഗൗരവം കാണിച്ചിട്ട് തന്നെ ഞങ്ങൾ സാറിന്റെ തലയിൽ കയറി നിരങ്ങുക. അത് ചുമ്മാ, നിങ്ങളൊക്കെ നല്ല കുട്ടികളല്ലേ? അങ്ങനെ തോന്നിക്കും. നന്ദേട്ടന് നിങ്ങളെയൊക്കെ വലിയ കാര്യാ എന്ന് സാറ് പറഞ്ഞോ? അങ്ങനെയാവാൻ യാതൊരു സാധ്യതയില്ലല്ലോ. അല്പം കുസൃതി കാണിച്ചാലും നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളെ സാറുമാർക്ക് ഇഷ്ടാവും. നീ കിടക്കാൻ നോക്ക്, പുറത്ത് നല്ല തണുപ്പുണ്ട്. സാരമില്ല അച്ഛാ, അച്ഛൻ കിടന്നോളൂ. ഞാൻ ഇവരുടെ കൂടെ കുറച്ചു നേരം ഇരിക്കട്ടെ. ചേച്ചി, ഏത് രാഷ്ട്രങ്ങളായാലും കുറെ യുദ്ധം ചെയ്ത് മടുക്കുമ്പോ ഇടയ്ക്കൊരു സമാധാന കരാറിൽ ഒപ്പിടും. പക്ഷെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ചെറിയ ചില നാട്ടുരാജ്യങ്ങൾ ഇപ്പോഴും യുദ്ധം തുടർന്നുകൊണ്ടിരിക്കുക. കുട്ടിക്ക് എന്ത് പറ്റി? ഒന്നും കഴിക്കുന്നില്ലല്ലോ. വന്നപ്പോ തൊട്ട് ഞാൻ ശ്രദ്ധിക്കുന്നതാ, ഒരു മൂഡ് ഓഫ് പോലെ. എന്താ, നിങ്ങളുടെ നാടും വീടൊന്നും ഇഷ്ടായില്ലേ? ഏയ് അതൊന്നുമല്ല, ഒരു തലവേദന. ആണോ? എങ്കിലും പറയണ്ടേ? ഇന്ന് ഇവൾക്ക് തലവേദന, മറ്റെല്ലാപ്പോഴും ഇവളും ഞങ്ങൾക്ക് തലവേദന. ഡേ, അധികം ഷൈൻ ചെയ്യണ്ടോ. ചിലപ്പോ യാത്ര ചെയ്തിട്ടാവും. ഞാൻ ബാം എടുത്തു വരാം, അത് പുരട്ടെ മാറും. വേണ്ട, ബാം പുരട്ടെ മാറില്ല. എങ്കിൽ കുട്ടി കിടന്നോളൂ, ഞാൻ കിടക്ക വിരിച്ചിട്ടുണ്ട്. ശ്രുതി, ശ്രുതി, ശ്രുതി. ചേച്ചി, ശ്രുതിയെ കണ്ടോ? ഇല്ല. അവളിത് എവിടെ പോയി? ഉണർന്ന് നോക്കുമ്പോ അവളും ഇല്ല, അവളുടെ ബാഗും ഇല്ല. എന്താ ഉണ്ടായേ? അറിയില്ല. അവക്ക് വട്ട പോയി കാണും. ആഹാ, വന്നോ? മറ്റുള്ളവരൊക്കെ ഇവിടെ? പറഞ്ഞാലും നീ ആരോടും പറയാതെ ഇറങ്ങി പോകുന്നത് ശരിയായില്ല. ആ ചേച്ചി എന്തുമാത്രം അപ്സെറ്റ് ആയെന്നറിയാമോ? അവർക്ക് എന്തെങ്കിലും സംശയം തോന്നുമെന്നായിരുന്നു ഞങ്ങളുടെ പേടി മുഴുവനും. പിന്നെ എന്തൊക്കെയോ നുണകൾ പറഞ്ഞ് ഞങ്ങൾ തടി തപ്പിയതാ. നിനക്ക് എന്റെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചോ? അതെ, എനിക്ക് ഭ്രാന്താണ്. നിങ്ങൾ എല്ലാവരും കൂടെ അവിടെ വെച്ചാൽ ശരിക്കും ഭ്രാന്ത് വെക്കില്ലേ? ഇതിനേക്കാളും വലിയ തമാശകളൊക്കെ നീ സ്പോട്ടിഫായിട്ട് എടുത്തിട്ടില്ലേ? നീ മാത്രമല്ല, നമ്മൾ എല്ലാവരും. ഇതെനിക്ക് തമാശയായിട്ട് എടുക്കാൻ പറ്റില്ല. സാറിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും അറിയാതെ കയറി ഹെഡ് ചെയ്യാൻ ഇവളോട് ആരെങ്കിലും പറഞ്ഞോ? നാളും ജാതവും നോക്കിയാണോ ഒരാൾക്ക് ഒരാളോട് ഇഷ്ടം ഉണ്ടാകുക? ഇഷ്ടപ്പെട്ടു പോയി, അതൊന്നും വേണ്ടെന്ന് വെക്കണം. സാറും ചേച്ചിയും തമ്മിലുള്ള ബന്ധം നമ്മൾ കണ്ടതല്ലേ? ശ്രുതി, അത് മനസ്സിലാക്കിയ അവരൊന്നാകണമെന്ന് മനസാക്ഷിയുള്ള ആരും ചിന്തിക്കൂ. എനിക്ക് മനസാക്ഷി ഇല്ല. എല്ലാത്തിനും കൂട്ടുവന്നിട്ട് അവസാനം എനിക്കൊരു വിഷമം വന്നപ്പോ എന്റെ ഭാഗത്ത് ആരുമില്ല. എല്ലാത്തിനും ചേച്ചിയും സാറും ചേച്ചിയും സാറും. നിനക്കേ അസൂയ? അതെ, എനിക്ക് അസൂയ. ആർക്കാ ഛേദം? ഐ ആം ജെലസ്. യെസ്, ഐ ആം ജെലസ്. യു ബ്ലഡി ചീറ്റ്സ്. ശ്രുതി വെളുപ്പിന് നാട്ടിലേക്ക് പോയി സാർ. ഞങ്ങൾ എത്ര പറഞ്ഞിട്ട് കേട്ടില്ല. ഇനി കോളേജിലേക്ക് ഇല്ലെന്ന് പറഞ്ഞിട്ട് അവള് പോയത്. സാറിനെ കണ്ടിട്ട് പോകാൻ പറഞ്ഞിട്ടും അവള് കൂട്ടാക്കിയില്ല. ഇത് സാറിന് തരാൻ പറഞ്ഞു. ഈ കുട്ടി വല്ലാത്തൊരു ക്യാരക്ടറാണ്. സാറ് കരുതിയത് പോലെയല്ല, അവള് വല്ലാതെ സീരിയസ് ആയി എടുത്തിട്ടുണ്ട്. സർപ്രൈസുകൾക്ക് നന്ദി. എല്ലാവരുടെ മുമ്പിൽ എന്നെ ഒരു ഫൂളാക്കാൻ അവിടെ വരെ കൂട്ടിക്കൊണ്ടുപോയി. ഇങ്ങനെ ഒരു നാടകം കളിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. മനഃപൂർവ്വമായിരുന്നില്ല എല്ലാം. എനിക്കറിയാം. യു ആർ എ സാഡിസ്റ്റ്. ഐ ഹേറ്റ് യു. ഗുഡ് ബൈ. ഇവിടെ ഇറങ്ങണം. ശ്രുതി, കുട്ടി ഇന്നലെ എങ്ങോട്ടാ പോയത്? ഞാൻ എന്തെങ്കിലും പിടിക്കാത്ത രീതിയിൽ പെരുമാറിയോ കുട്ടിയോട്? എനിക്കതായിരുന്നു വിഷമം മുഴുവനും. ഒന്ന് പറഞ്ഞിട്ട് പോവായിരുന്നു. ഫ്രണ്ട്സിനോട് ചോദിച്ചിട്ട് അവരൊന്നും പറഞ്ഞില്ല. ഒറ്റയ്ക്കേ ഉള്ളൂ? വാ, ഇന്ന് ക്ലാസ് അല്ലേ കുട്ടിക്ക്? ഇരിക്കെ.
നന്ദേട്ടൻ പറഞ്ഞു ചില നേരത്തെ കുട്ടിയുടെ പെരുമാറ്റം കണ്ട വല്ലാത്തൊരു രീതിയാണെന്ന്. എല്ലാ നേരത്തും എല്ലാരും ഒരുപോലെ ആവണമെന്നില്ല. കുട്ടിക്ക് ഞാൻ കാപ്പി എടുക്കാം. എനിക്കൊന്നും വേണ്ട. എന്താ കുട്ടിയുടെ മുഖത്തൊരു വല്ലായിക? ഞാൻ നാട്ടിലേക്ക് പോകുന്ന വഴിയാ. എന്തേ? നന്ദേട്ടൻ വഴക്ക് പറഞ്ഞോ? അല്ല, ഞാൻ പോവാ. ഇനി പഠിക്കുന്നില്ല. ഇനി എനിക്ക് ആ കോളേജിൽ പഠിക്കാൻ കഴിയില്ല. ഫ്രണ്ട്സിന്റെ മുഖത്ത് നോക്കാൻ പറ്റില്ല എനിക്ക്. ആരും ടീസ് ചെയ്യുന്ന ഞാൻ സഹിക്കില്ല. എല്ലാത്തിനും കാരണം നിങ്ങളാ. ഞാനോ? അതെ, നിങ്ങൾ തന്നെ. ഇങ്ങനെ ഒരാൾ കാത്തിരിപ്പുണ്ടെന്ന് ഞാൻ അറിഞ്ഞോ? ഞാൻ എന്ത് കുറ്റം ചെയ്തു? പരിചയപ്പെട്ടു, അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കൂടി. ദേഷ്യം വരുന്ന കാണാനുള്ള രസത്തിന് ഇഷ്ടമാണെന്നൊക്കെ വെറുതെ തമാശ പറഞ്ഞു. പക്ഷേ പിന്നീട് എപ്പോഴാണ് അറിയുന്നത് ഞാൻ നന്ദസാനെ ശരിക്കും സ്നേഹിക്കുകയാണെന്ന്. ഇനി മറക്കാൻ കഴിയില്ല. ആദ്യമായി സ്നേഹം തോന്നിയ ഒരാളെ അത്ര പെട്ടെന്ന് ഒരു പെണ്ണിന്റെ മനസ്സിന് പറിച്ചറിയാൻ കഴിയില്ല. പിന്നെ നിന്നെ നന്ദേട്ടൻ ഇതൊക്കെ അറിയോ? അറിയാം. അറിഞ്ഞിട്ട് അറിഞ്ഞില്ല നടിക്കാണ്. നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളോടുള്ള സിമ്പതിയുടെ പേരിൽ. ഒരു രോഗിയോട് ആർക്കും തോന്നാവുന്ന സിമ്പതി. അതിനപ്പുറം സാർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ? സാറിന് എന്നെ ഇഷ്ടമാണ്, എനിക്കതറിയാം. ഏതോ കടപ്പാടുകളുടെ പേരിൽ സാർ അത് മറച്ചു വെക്കാണ്. സ്വന്തം ജീവിതവും സ്വന്തം സുഖവും അതിനുവേണ്ടി വേണ്ടെന്ന് വെക്കാണ്. അല്ലെങ്കിൽ ആരോഗ്യ സൗന്ദര്യമുള്ള സാറിന് നിങ്ങളെ പോലെ രോഗി കല്യാണം കഴിക്കേണ്ട ആവശ്യമുണ്ടോ? ഏത് പുരുഷനും ആഗ്രഹിക്കുന്ന സന്തോഷവും സംതൃപ്തിയും ഒരു ഭാര്യ എന്ന നിലയിൽ നിങ്ങൾക്ക് നൽകാൻ കഴിയോ? സാറിന്റെ ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ നിങ്ങൾക്ക് കഴിയോ? നിങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി എന്തിനാണ് സാറിന്റെ ജീവിതം നശിപ്പിക്കുന്നത്? എനിക്കൊന്നും അറിയില്ല നന്ദ. പെട്ടെന്നൊരു തളർച്ച വന്നത്രേ. നാളെ വന്നാ എന്നോട് വിവരം പറഞ്ഞത്. ചെന്നപ്പോ മുറിയിൽ ബോധമില്ലാതെ വീണ് കിടക്കുക. ഏട്ടൻ ഇങ്ങനെ കസേരയിൽ ഈ ഇരിപ്പ്. പിന്നെ കിഴക്കയിലെ വാസമൊക്കെ കൂടെ ഒരു കാറ് വിളിച്ച് അങ്ങോട്ട് കൊണ്ടുവന്നത്. മരുന്ന് മുടങ്ങിയോ? അതോ പഥ്യം തെറ്റിച്ചോ? നന്ദ